Next is addressing. Whenever we need to deliver something to one specific destination among many, we need an address. Address വേണം നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്പെസിഫിക് ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട്. ഡേറ്റ ലിങ്കിൽ വി നീഡ് എൻ മാക് അഡ്രസ്. ഡേറ്റ ലിങ്ക് ലെയർ നമ്മൾ പഠിച്ചു. മാക് അഡ്രസ് ആണ് നമുക്ക് വേണ്ടത് ടു ചൂസ് വൺ നോഡ് among the several nodes if the connection is not point to point. അതേസമയം നെറ്റ്വർക്ക് ലെയറിൽ വി നീഡ് എൻ ഐ പി അഡ്രസ്. അറ്റ് ദ ട്രാൻസ്പോർട്ട് ലെയർ വി നീഡ് ട്രാൻസ്പോർട്ട് ലെയർ അഡ്രസ് കോൾഡ് എ പോർട്ട് നമ്പർ. ട്രാൻസ്പോർട്ട് ലെയറിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യാനായിട്ട് വി നീഡ് എ പോർട്ട് നമ്പർ വിച്ച് ഈസ് ദ ട്രാൻസ്പോർട്ട് ലെയർ അഡ്രസ്. Choose among multiple processes running on the destination host. ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിൽ മൾട്ടിപ്പിൾ പ്രോസസ്സിൽ നിന്ന് ആ പോർട്ട് നമ്പർ വഴി ഒരു പ്രോസസ്സിനെ ചൂസ് ചെയ്യും. Okay. In the TCP/IP protocol suite, the port numbers are ranging from 0 to 65,535 and it is of 16-bit. Okay, TCP/IP has decided to use universal port numbers for servers. They are called well-known port numbers. അതായത് serversന് they have well-known port numbers, but okay, every client process knows the well-known port number for the corresponding server process. അതായത് ക്ലയൻറ്റ് മറ്റ് സെർവറിൻ്റെ പോർട്ട് അഡ്രസ്സ് അറിയായിരിക്കും. സോ സെർവർ യൂസസ് എ യൂണിവേഴ്സൽ പോർട്ട് നമ്പർ, ബട്ട് ക്ലയൻറ്റ് യൂസസ് എ ephemeral port number. Why? Because the operating system randomly selects a port number for the client, but the server's port number is correctly assigned by the client. Okay, client ആണ് സെർവറിൻ്റെ പോർട്ട് നമ്പർ അസൈൻ ചെയ്യുന്നത്. സോ ഇറ്റ്സ് കറക്റ്റ്, ഇറ്റ്സ് യൂണിവേഴ്സൽ പോർട്ട് നമ്പർ, ഇറ്റ്സ് വെൽ നോൺ പോർട്ട് നമ്പർ. ബട്ട് ഫോർ ദ ക്ലയൻറ്റ് ഇറ്റ്സ് എ എഫിമെറൽ പോർട്ട് നമ്പർ. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് പോർട്ട്സ് പറയാം. ICANN, അതായത് ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, ഡിവൈഡഡ് ദ പോർട്ട് നമ്പേഴ്സ് ഇൻ ടു 3 ranges, വിച്ച് ഇസ് ഫസ്റ്റ് വൺ ഇസ് വെൽ നോൺ പോർട്ട്സ്, ദാറ്റ് ഈസ് 0 തൊട്ട് 1023 വരെ വെൽ നോൺ പോർട്ട്സ് ആണ്. അതായത് 1024 തൊട്ട് 49,151 വരെ രജിസ്റ്റേർഡ് പോർട്ട്സ് ആണ്. അതായത് 1024 തൊട്ട് 49,151 വരെ രജിസ്റ്റേർഡ് പോർട്ട്സ് ആണ്. അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള പോർട്ട്സ്, ദാറ്റ് ഈസ് ഡൈനാമിക് പോർട്ട്സ് ഫ്രം 152 ടു 65,535. ഓക്കെ, അടുത്ത ടൈപ്സ് ഓഫ് പോർട്ട്സ് നോക്കാം. അതല്ല ഇപ്പം പറഞ്ഞത്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽ നോൺ പോർട്ട്സ്, ദ പോർട്ട് ഇസ് റേഞ്ചിങ് ഫ്രം 0 to 1023 are assigned and controlled by ICANN and these are known as well known ports. And ഇവരെന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് അസൈൻഡും കൺട്രോൾഡ് ബൈ ദ ICANN, ഇറ്റ്സ് നോൺ ആസ് വെൽ നോൺ പോർട്ട്സ്. ആൻഡ് രജിസ്റ്റേർഡ് പോർട്ട്സ്, ദ പോർട്ട്സ് റേഞ്ചിങ് ഫ്രം 1024 to 49,151 are not assigned or controlled by the ICANN. ICANN അല്ല ഇത് ചെയ്യുന്നത്. They are only registered with ICANN to prevent duplication. അവർ ഡ്യൂപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അത് രജിസ്റ്റേർഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. Okay, dynamic ports, that is ranging from 49,152 to 65,535 are neither controlled nor registered. Registered അല്ല, controlled അല്ല. So they are temporary or the private port numbers. Okay. ഇനി സോക്കറ്റ് അഡ്രസ്സ് എന്താണെന്ന് നോക്കാം. സോക്കറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു എൻഡ് പോയിൻ്റ്, ഒരു ആപ്ലിക്കേഷൻ ലെയറിൽ ഒരു ഹോസ്റ്റും മറ്റ് ഹോസ്റ്റും തമ്മിലുള്ളൊരു ബന്ധമുണ്ടെന്ന് ഇരിക്കട്ടെ. സോ ആ ഒരു ഹോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു എൻഡ് പോയിൻ്റാണ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് എ സോക്കറ്റ്. എ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ഇൻ ദ TCP suite needs both the IP address and the port number at each end to make a connection. സോ ഒരു ട്രാൻസ്പോർട്ട് ലെയറിന് മറ്റേതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം ഒരു ക്ലയൻറ്റിന് ഒരു സെർവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ ആപ്ലിക്കേഷൻ ലെയറിൽ അതിനൊരു ഇപ്പം ഒരു ക്ലയൻറ്റിന് സെർവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ സെർവറിൻ്റെ ആപ്ലിക്കേഷൻ ലെയറിൻ്റെ IP അഡ്രസ്സ് വേണം. ആൻഡ് ആ IP അഡ്രസ്സിൽ ഏത് പ്രോസസ്സ് എന്ന് പറയുന്നത് ആ പ്രോസസ്സിൻ്റെ പോർട്ട് നമ്പർ വേണം. അതായത് ആ ഹോസ്റ്റ് മെഷീൻ്റെ IP അഡ്രസ്സും ആ ഹോസ്റ്റ് മെഷീൻ്റെ അകത്തുള്ള ഓരോ പ്രോസസ്സുകളുടെ പോർട്ട് നമ്പറും വേണം. ഓക്കെ, അത് മനസ്സിലായല്ലോ എന്താണ് IP അഡ്രസ്സും പോർട്ട് നമ്പറും. സോ ദ കോമ്പിനേഷൻ ഓഫ് an IP address and a port number is called a socket address. The client socket address
ഡിഫൈൻസ് ദ ക്ലയൻറ്റ് പ്രോസസ് യുണീക്ലി ആൻഡ് ഓരോ ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ സോക്കറ്റ് അഡ്രസ്സ് ഓരോ ക്ലയൻറ്റ് പ്രോസസ്സിനെ യൂണീക്ലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ആൻഡ് ദ സെർവർ സോക്കറ്റ് അഡ്രസ് ഡിഫൈൻസ് ദ സെർവർ പ്രോസസ് യൂണീക്ലി. അതായത് ഇത് ക്ലയൻറ്റിനും കാണും IP അഡ്രസ്സും പോർട്ട് നമ്പറും, സെർവറിനും കാണും IP അഡ്രസ്സും, അത് അവർ തമ്മിൽ യൂണീക്ലി അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു.